Hallelujah. നമുക്ക് വളരെ വേഗത്തിൽ ദൈവവചന ശുശ്രൂഷയിലേക്ക് പോകാം. Today I am going to speak on unlock stage 4. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് തുറന്നു വിടുക എന്നതിന്റെ 4ാം ഘട്ടത്തെക്കുറിച്ചാണ്. And today we are going to close this unlock series. ഈ ഒരു തുറന്നു വിടുക എന്ന് പറയുന്ന ഈ ഒരു പരമ്പര ഇന്ന് ഞാൻ അവസാനിപ്പിക്കാൻ പോകുകയാണ്. And we are going to hear today's message titled Unlock Blessings. ഇന്നത്തെ സന്ദേശത്തിന്റെ തലക്കെട്ട് ഇതാണ്: അനുഗ്രഹങ്ങളെ സ്വതന്ത്രമാക്കുക, അനുഗ്രഹങ്ങളെ തുറന്നുവിടുക. These days in Morning Glories we are breaking people from all kinds of curses. ഈ ദിവസങ്ങളിൽ മോർണിംഗ് ഗ്ലോറിയിൽ എല്ലാവിധ ശാപങ്ങളിൽ നിന്നും ജനങ്ങളെ നാം പുറത്തു കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. And people are being liberated from all kinds of bondages and limitations. അതുമാത്രമല്ല വ്യത്യസ്തമായ പരിധികളിൽ നിന്ന്, ബന്ധനങ്ങളിൽ നിന്ന് ജനങ്ങൾ ഈ ദിവസങ്ങളിൽ സ്വാതന്ത്ര്യം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. Tomorrow onwards we are getting into the deeper level teaching of this series. That means in Morning Glory, breaking from all curses. എല്ലാവിധ ശാപങ്ങളിൽ നിന്നും പുറത്തു വരിക എന്ന സന്ദേശത്തിന്റെ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് നാളെ മുതൽ നമ്മൾ കടക്കാൻ പോവുകയാണ്. When I came to the Lord many years back, there came a prophetic utterance to my life saying that the Lord would bless me in every area of life. ഞാൻ കർത്താവിലേക്ക് വന്ന ആ സമയത്ത് കർത്താവ് എൻ്റെ എല്ലാ മേഖലകളെയും അനുഗ്രഹിച്ചു. അനുഗ്രഹിക്കുമെന്നുള്ളൊരു വാഗ്ദത്തം പ്രാവചനികമായി എനിക്ക് ലഭിച്ചു. Amen. And those days I could not even take it. I could not believe it. ആ ദിവസങ്ങളിൽ എനിക്കത് അതുപോലെ വിശ്വസിക്കാൻ സാധിച്ചിരുന്നില്ല. Because I was in a very bad condition. കാരണം അന്നത്തെ എൻ്റെ സ്ഥിതി വളരെ മോശമായിരുന്നു. But God said, if you would follow me steadfastly, I would bless you. എന്നാൽ കർത്താവ് എന്നോട് പറഞ്ഞു, മെല്ലെ മെല്ലെ ഇതുപോലെ നീ എന്നെ പിൻഗമിക്കാമെങ്കിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. സ്ഥിരമായി പിൻഗമിച്ചാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കാം എന്ന് കർത്താവ് പറഞ്ഞു. So slowly I started to pray, I started to believe that promise, and slowly but surely I started enjoying God's blessings one by one. അങ്ങനെ ഞാൻ മെല്ലെ മെല്ലെ കർത്താവിന്റെ വാഗ്ദാനങ്ങളെ വിശ്വസിക്കാൻ തുടങ്ങി, കർത്താവിനെ സ്ഥിരമായി പിൻപറ്റാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഗ്രഹങ്ങളെ കാണാൻ തുടങ്ങി. And in the Bible we read in 1 Peter chapter 3 and verse number 9. 1 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വചനം ബൈബിളിൽ നാം വായിക്കുമ്പോൾ it says, you were called so that you may inherit a blessing. അവിടെ എഴുതിയിരിക്കുന്നു, നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പിൻ. What I understand is that blessing is a part of your call. ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയത് അനുഗ്രഹം എന്നുള്ളത് നിങ്ങളുടെ വിളിയുടെ ഒരു ഭാഗമാണ്. Whether it is spiritual blessings or earthly blessings, blessings are a part of your call. അതൊരു ആത്മിക അനുഗ്രഹമാകട്ടെ, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ഒരു ഭൗതിക അനുഗ്രഹമാകട്ടെ, ഏത് അനുഗ്രഹമാണെങ്കിലും നിങ്ങൾ വിളിച്ച വിളിയുടെ ഭാഗമാണ് അനുഗ്രഹം എന്ന് പറയുന്നത്. ഇത് പറഞ്ഞിട്ട് വിശ്വാസകത്ത് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ബൈബിളിന്റെ പുറകിലോ മുൻപിലോ പ്രാർത്ഥനാ ഡയറിയിലോ പ്രധാനപ്പെട്ട എവിടെയെങ്കിലും എഴുതി വെക്കണം, ദൈവം എന്നെ വിളിച്ചത് അനുഗ്രഹിക്കുവാനാണ്. Amen. Hallelujah. God called me to bless me. ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. എഴുതി വെച്ചാൽ പോരാ, അത് മുഴുവൻ അങ്ങ് വിശ്വസിക്കണം. അതിന്റെ ഒരു വാക്കോ പകുതിയോ വിശ്വസിച്ചാൽ പോരാ, മുഴുവനും വിശ്വസിക്കണം. മുഴുവനായി ദൈവം എന്നെ അനുഗ്രഹിക്കുവാൻ വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. Amen. Hallelujah. Some of the smart boys and girls, you can type it in the chat box. God has called me to bless me. നല്ല മിടുക്കന്മാരായ ആളുകൾക്ക് ഈ സമയത്ത് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം, ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. Meaning all the curses that is entangling my life will go from me one by one. I'm going to get into God's blessings one by one. Amen. Hallelujah. അതിന്റെ അർത്ഥം എന്നെ ചുറ്റി വരിഞ്ഞ് മുറക്കിയിരിക്കുന്ന എല്ലാ ശാപങ്ങളും ഒന്നൊന്നായി എന്നെ വിട്ടുമാറി ദൈവത്തിന്റെ ഓരോ അനുഗ്രഹങ്ങൾ ഒന്നൊന്നായി ഞാനിപ്പോൾ അനുഭവിക്കാൻ പോവുകയാണ്. Don't look at yourself now. Don't look around. Don't look at your present condition, but look at the condition
that God is going to take you to. നിങ്ങളുടെ ചുറ്റുപാടിലേക്ക് നിങ്ങൾ നോക്കരുത്, ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥകളിലേക്ക് നോക്കരുത്, മറിച്ച് ദൈവം നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്ന കാര്യങ്ങളിലേക്ക് നോക്കുക. Hallelujah. Hallelujah. Everything about you is going to change. നിങ്ങളെ സംബന്ധിച്ച സകല കാര്യങ്ങൾക്കും മാറ്റം വരാൻ പോകുകയാണ്. Hallelujah. Hallelujah. Because the Holy Spirit is coming into your life to change your life. കാരണം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് നിങ്ങളുടെ ജീവിതത്തിന് ആകമാനം മാറ്റം നൽകാൻ പോകുകയാണ്. A few Sundays back, I think on this stage, I heard that voice from the Lord. When the Lord comes to a person's life, his or her life is becoming colorful. ഞാൻ ചില ആഴ്ചകൾക്ക് മുമ്പ് ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ കർത്താവ് പറഞ്ഞൊരു വാക്ക് ഞാൻ ഓർത്തു പോവുകയാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം തമ്പുരാൻ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി, അത് സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, ആ വ്യക്തിയുടെ ജീവിതം അത് വർണ്ണശബളമായി തീരാൻ പോകുകയാണ്. Not black and white anymore. ഇനി കറുപ്പും വെളുപ്പും അല്ല ഉണ്ടാകുന്നത്. There were times we used to get photograph in black and white. ഒരു കാലഘട്ടം കറുപ്പിലും വെളുപ്പിലും പടങ്ങൾ ലഭിച്ചിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. In the 70s and in the 80s, then came color prints, color photos. 70കളിലും 80കളിലും ഒക്കെ ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ് ആണ് ലഭിച്ചത്. എന്നാൽ പിന്നീട് നമുക്ക് കളർ ഫോട്ടോസ് ലഭിക്കാൻ തുടങ്ങി. Even movies were black and white. ഒരു കാലത്തുണ്ടായിരുന്ന സിനിമകളും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. In our school days, one day in the school auditorium, they showed us one film. എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ ഒരു ദിവസം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഒരു സിനിമ അവിടെ പ്രദർശിപ്പിച്ചു. Something like Varve Mayam or something. It was black and white. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു ആ സിനിമ. Then people were excited when the color films came out. എന്ന് കളർ ഫിലിംസ് അല്ലെങ്കിൽ സിനിമകൾ വരും എന്നതിനെ കുറിച്ച് എന്നതോർത്ത് ജനങ്ങൾ കാത്തിരുന്നു. അങ്ങനെയല്ല, പിന്നീട് കളർഫുൾ ആയിട്ടുള്ള ഫിലിം വന്ന സമയത്ത് ആളുകൾ വളരെ ആവേശം കൊണ്ടു. In the same way, I said, God is going to make your life so colorful. ഇതുപോലെ തന്നെ ദൈവം തമ്പുരാൻ നിങ്ങളുടെ ജീവിതത്തെയും അത് കളർഫുൾ ആക്കി മാറ്റാൻ പോകുകയാണ്. Ephesians chapter 1 and verse number 3 says, എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വചനം പറയുന്നു, Praise be to the God and the Father of our Lord Jesus Christ, who has blessed us in the heavenly realms with every spiritual blessing in Christ. സ്വർഗ്ഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. Hallelujah. Hallelujah. According to Paul and according to this verse, God has already blessed us with all spiritual blessings in Christ Jesus in the heavenly realms. ഓർക്കുക, ഈ വചനം അനുസരിച്ച് പൗലോസ് പറഞ്ഞതനുസരിച്ച് സ്വർഗ്ഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നാം അനുഗ്രഹിക്കപ്പെട്ടവരാണ്. That means already the title deed is in our name. Already the blessing is there. It is reserved for us. We have to tap the resources of heaven and we have to start enjoying every spiritual blessing. അതിന്റെ അർത്ഥം ദൈവം തമ്പുരാൻ നമുക്ക് വേണ്ടി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ പേരിൽ വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഇതൊക്കെ നമ്മുടെ പേരിൽ ദൈവം തമ്പുരാൻ വെച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നാം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗത്തിൽ നിന്ന് അതിനെ ചോർത്തിയെടുത്താൽ മാത്രം മതി, അതിനെ വലിച്ചൂറ്റി എടുത്താൽ മാത്രം മതി. Somebody is saying, oh, brother, it is about the spiritual blessing. What about this life? What about the earthly blessing? It is not mentioned there. ചില ആളുകൾ ഒരുപക്ഷെ പറയും, ബ്രദർ ഇതൊക്കെ ആത്മീക അനുഗ്രഹം എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്, പക്ഷെ ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ വേണ്ട അനുഗ്രഹത്തെ കുറിച്ച് എന്താണ് പറയുന്നത്? Many people do not know the principle. When you receive spiritual blessings, earthly blessings are included in it. ഹല്ലേലൂയ. ഒത്തിരി ആളുകൾക്കും ഈ ആത്മീകമായ ഈ ഒരു മർമ്മം അറിയില്ല. ആ ആത്മീക അനുഗ്രഹങ്ങൾ നാം പ്രാപിക്കുമ്പോൾ അതിനോടൊപ്പം ഭൗതിക അനുഗ്രഹങ്ങളെ കൂടെ കർത്താവ് കൂട്ടിച്ചേർത്താണ് അയച്ചിരിക്കുന്നത്. Brother, how do you know that? Can you prove it? ബ്രദറിന് ഇത് എങ്ങനെ അറിയാൻ സാധിക്കും? അതൊന്ന് തെളിയിക്കാമോ? I know it from the Bible. Matthew chapter 6 verse number 33 says, seek first the kingdom of God and his righteousness, and all these things shall be added to you. That means when you seek the spiritual blessings or the earthly blessings that you need will be added to you. ഹല്ലേലൂയ. എനിക്ക് എവിടെ നിന്ന് അറിയാമെന്ന് ചോദിച്ചാൽ
ബൈബിളിൽ നിന്നാണ് എനിക്കറിയാവുന്നത്. മത്തായിയുടെ സുവിശേഷം 6-33 വചനം പറയുന്നത്, മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ സകലവും കിട്ടിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ ദൈവിക രാജ്യത്തെ, ആത്മിക കാര്യങ്ങളെ അന്വേഷിക്കുമ്പോൾ അതോടുകൂടെ ഭൗതികമായ സകല നന്മകളും അതോടൊപ്പം ചേർത്ത് ദൈവം നൽകി അനുഗ്രഹിച്ചിരിക്കുകയാണ്. Brother, I am searching all the spiritual blessings, but still it is not coming. ബ്രദർ, ഞാൻ ഈ ആത്മിക അനുഗ്രഹങ്ങളൊക്കെ തേടിക്കൊണ്ടിരിക്കുന്നു, പക്ഷെ എന്നിട്ടും എനിക്കത് കിട്ടുന്നില്ല. Number one, you are not seeking with all of your heart. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഒന്ന്, നിങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ അതിനെ അന്വേഷിക്കുന്നില്ല. No, brother, with all of my heart I am searching. ഇല്ല ബ്രദറെ, ഞാൻ എൻ്റെ മുഴുവൻ ഹൃദയം തുറന്നാണ് ഞാൻ ഇത് അന്വേഷിക്കുന്നത്. Then wait, it is on the way. അങ്ങനെയെങ്കിൽ കാത്തിരിക്കുക, അത് നിനക്ക് വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. Hallelujah. Hallelujah. God is not giving you an Aladdin's lamp. ദൈവം ഒരിക്കലും ഒരു അലാവുദ്ദീന്റെ വിളക്ക് പോലെ പ്രവർത്തിക്കുന്നവനല്ല. God steps into your life and slowly in your life's journey he joins in the journey bit by bit, step by step, slowly but surely he will add one by one whatever you need in your life. Hallelujah. അവൻ അലാവുദ്ദീന്റെ വിളക്ക് പോലെയല്ല പ്രവർത്തിക്കുന്നത്, മറിച്ച് ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് നിങ്ങളുടെ ജീവിത യാത്രയിൽ അവൻ കൂടെ പങ്കുചേർന്ന് അങ്ങനെ ഒരുമിച്ചൊരു യാത്ര തുടങ്ങിയിട്ട് പടിപടിയായി ഓരോ അനുഗ്രഹങ്ങളിൽ നിന്ന് മറ്റൊരു അനുഗ്രഹത്തിലേക്ക് എന്ന നിലയിൽ ആണ് ദൈവം നിങ്ങളെ കൊണ്ടുപോകുന്നത്. God is not working opens the same way. ദൈവം എല്ലാം Opens the same. എല്ലാം മന്ത്രം പറയുമ്പോൾ എല്ലാം കൂടി ഇങ്ങോട്ട് വരുന്ന, ഓപ്പൺസ് സെയിം എന്ന് പറയുമ്പോൾ എല്ലാം തുറന്നു വരുന്ന, എല്ലാം കൂടി തുറന്നു വരുന്ന, തുറക്കുക എന്ന് പറയുമ്പോൾ തുറന്നു വരുന്ന ഒരു മാന്ത്രികനല്ല ദൈവം എന്നുള്ളത്. But he is a real God. He comes to the real life situation and he pours out real blessings that you can enjoy all of your life. Hallelujah. അവൻ യഥാർത്ഥ ദൈവമായതുകൊണ്ട് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങൾ, യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ, യാഥാർത്ഥ്യമായ ജീവിത പശ്ചാത്തലത്തിലേക്ക് ഇറങ്ങി വന്ന് ശരിയായ കാര്യങ്ങളാണ് അവൻ ചെയ്യുന്നത്. This is my life story. ഇതാണ് എൻ്റെ ജീവിത കഥ. This is my life experience. ഇതാണ് എൻ്റെ ജീവിത അനുഭവം. Over the years I witnessed and I enjoyed what God was doing in my life. കഴിഞ്ഞ അനേക വർഷങ്ങളായി എൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ അനുഭവിക്കുന്നു, ഞാൻ അതിൽ സന്തോഷിക്കുന്നു. But choice is yours. എന്നാൽ തെരഞ്ഞെടുപ്പ് നിങ്ങളുടേതാണ്. Deuteronomy chapter 30 and verse number 19 says, ആവർത്തന പുസ്തകം 30 വചനം പറയുന്നു, This day I called the heavens and the earth as witnesses against you, that I have set before you life and death, blessings and curses. Now choose life so that you and your children may live. ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുന്നു എന്നതിന് ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇന്ന് സാക്ഷി വെക്കുന്നു. അതുകൊണ്ട് നീയും നിന്റെ സന്തതിയും ജീവിച്ചിരിക്കേണ്ടതിന് പിന്തുടരുക. Hallelujah. Hallelujah. That means life and death, blessings and curses I have set before you, but it is your duty to choose. അതിന്റെ അർത്ഥം ജീവൻ, മരണം, അനുഗ്രഹം, ശാപം, ഇത് നിങ്ങളുടെ മുന്നിൽ ഞാൻ വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഏത് തെരഞ്ഞെടുക്കണം എന്നുള്ളത്. If you choose life today, tell him, Lord, I choose life. ഇന്ന് ജീവൻ തെരഞ്ഞെടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവിനോട് ഇത് പറഞ്ഞ്, കർത്താവേ, ഇന്ന് ഞാൻ ജീവൻ തെരഞ്ഞെടുക്കുകയാണ്. Choose blessings, tell him, Lord, I choose blessings. അനുഗ്രഹമാണ് തെരഞ്ഞെടുക്കുന്നതെങ്കിൽ കർത്താവിനോട് പറഞ്ഞ്, കർത്താവേ, ഞാൻ ഇത് അനുഗ്രഹം ഇതാ തെരഞ്ഞെടുക്കുന്നു. Hallelujah. Hallelujah. If you're watching on YouTube, type in the chat box, I choose life, I choose blessings. ഇപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക, ഞാൻ അനുഗ്രഹത്തെ തിരഞ്ഞെടുക്കുന്നു, ഞാൻ ജീവനെ തിരഞ്ഞെടുക്കുന്നു. Shout hallelujah. ചേർന്ന് hallelujah. ഹാർവസ്റ്റ് ടിവിയിൽ കാണുന്നവരോട് ഞാൻ പറയാൻ, 12 മണിയാകുമ്പോൾ നമ്മുടെ ഈ ലൈവ് കട്ടാകാൻ സാധ്യതയുണ്ട്. അതിനുശേഷം വീണ്ടും ഇത് മുന്നിലേക്ക് പോവുകയാണെങ്കിൽ 5 മിനിറ്റ് മുമ്പ് 11:55 ആകുമ്പോൾ യൂട്യൂബിലേക്ക് ചാടി കയറുക. തുടർന്നുള്ള ശുശ്രൂഷ നഷ്ടപ്പെടാതിരിക്കും. Shout hallelujah. ശബ്ദമുയർത്തി hallelujah. Hallelujah. So today, how many of you are choosing life, choosing blessings today? അങ്ങനെയെങ്കിൽ ഇന്ന് നിങ്ങളിൽ എത്ര പേർ അനുഗ്രഹത്തെ, ജീവനെ തിരഞ്ഞെടുക്കുന്നുണ്ട്? Hallelujah. Hallelujah. Proverbs chapter 10 and verse number 6. സദൃശവാക്യങ്ങളുടെ പുസ്തകം 10-ാം അധ്യായം 6-ാമത്തെ വചനം. Blessings crown the head of the
righteous. നീതിമാന്റെ ശിരസിന്മേൽ അനുഗ്രഹങ്ങൾ വരുന്നു. Hallelujah. ഹല്ലേലൂയ. Meaning blessing is a crown that you wear. അതിന്റെ അർത്ഥം ഇതാണ്, നിങ്ങൾ ശിരസിൽ വഹിച്ചിരിക്കുന്ന അണിയുന്ന കിരീടമാണ് അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. So this is what in my spirit I see. This is what in my spirit I see. Everyone who is listening to this message, if you're choosing life, if you're choosing blessings, God is going to fix, God is going to put a crown on your head. And that crown will read blessings of the Lord. Amen. Hallelujah. എനിക്ക് മനസ്സിലായ കാര്യം ഇതാണ്, ഇന്ന് ജീവനെ തിരഞ്ഞെടുക്കുന്ന, അനുഗ്രഹത്തെ തിരഞ്ഞെടുക്കുന്ന ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ, അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് നിങ്ങളുടെ തലയിലേക്ക് ദൈവം തമ്പുരാൻ എടുത്തു വെച്ച് തന്നിരിക്കുന്ന ഒരു കിരീടമാണ് അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. Hallelujah. So blessing is a crown that you wear, that you receive from the Lord. കർത്താവിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന കിരീടമാണ് അനുഗ്രഹങ്ങൾ എന്നുള്ളത്. Ezekiel 34 verse number 26. എസെക്കിയേലിന്റെ പുസ്തകം 34:26. I will bless them and the places surrounding my hill. I will send down showers in season. There will be showers of blessing. ഞാൻ അവയെയും എൻ്റെ കുന്നിനും ചുറ്റുമുള്ള സ്ഥലങ്ങളെയും ഒരു അനുഗ്രഹമാക്കി വെക്കും. ഞാൻ തക്ക സമയത്ത് മഴ പെയ്യിപ്പിക്കും, അത് അനുഗ്രഹകരമായ മഴയായിരിക്കും. Hallelujah. So this verse is talking about the showers of blessings. ഈ വചനങ്ങൾ ദൈവത്തിന്റെ അനുഗ്രഹമാരിയെ കുറിച്ചാണ് പറയുന്നത്. Hallelujah. Hallelujah. So I'm prophesying over you. ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുകയാണ്. If you're choosing blessings today from the Lord, ദൈവത്തിൽ നിന്ന് നിങ്ങൾ അനുഗ്രഹത്തെ ഇന്ന് സ്വീകരിക്കുന്ന അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്നുവെങ്കിൽ, you can expect showers, not shower, showers of blessings. ഇന്ന് നിങ്ങൾക്ക് അങ്ങനെയെങ്കിൽ അനുഗ്രഹത്തിന്റെ മാരി തന്നെ നിങ്ങൾക്ക് ഇത് പ്രതീക്ഷിക്കാൻ സാധിക്കും. എല്ലാ ശുശ്രൂഷകരും എല്ലാ ജനങ്ങളും മൈക്കെടുത്തൊന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിച്ചുകൊണ്ട് പറയുക, ആശിഷമാരി എന്റെ മേൽ പെയ്യാൻ പോകുകയാണ്. ആമേൻ. ആശിഷമാരി എന്റെ മേൽ പെയ്യാൻ പോകുകയാണ്. ആശിഷമാരി. ഈ ആക്ഷനോടുകൂടി പറയുക, ആശിഷമാരി എന്റെ മേൽ പെയ്തിറങ്ങാൻ പോകുകയാണ്. ആശിഷമാരി എന്റെ മേൽ പെയ്തിറങ്ങാൻ പോകുകയാണ്. ആശിഷമാരി എന്റെ മേൽ പെയ്തിറങ്ങാൻ പോകുകയാണ്. അനുഗ്രഹങ്ങളുടെ മഴ, അനുഗ്രഹങ്ങളുടെ മഴ എന്റെ മേൽ പെയ്തിറങ്ങാൻ എന്റെ മേൽ പെയ്തിറങ്ങാൻ പോകുകയാണ്. അപ്പൊ തൊപ്പി ഈ തലയിൽ ഒരു കിരീടമായിട്ട് കൊണ്ടുവന്ന് അനുഗ്രഹങ്ങളെ വെക്കും. എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്, നമുക്ക് TV പ്രോഗ്രാം തുടങ്ങണം. ആ സമയത്ത് പല പല പേരുകൾ ഇങ്ങനെ മുമ്പിൽ വന്നു, ലിസ്റ്റ് ഉണ്ടാക്കി, ഇതിൽ നിന്ന് ചൂസ് ചെയ്യണം. പക്ഷേ നമുക്കത് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ രജിസ്ട്രേഷനും എല്ലാം നടക്കുകയും വേണം. പലത് ട്രൈ ചെയ്തു, എല്ലാം പോയി. ഏറ്റവും അവസാനം വേണ്ട എന്ന് വിചാരിച്ചത് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടി വന്നു, ബ്ലെസ്സിങ് ടുഡേ. അത് ഭയങ്കര കോമൺ അല്ലേ, എല്ലാവരും യൂസ് ചെയ്യുന്നതല്ലേ ബ്ലെസ്സിങ്. അത് വേണ്ടെന്നുള്ള അഭിപ്രായമൊക്കെ എല്ലായിടത്തും വന്നു. പക്ഷേ അവിടെയാണ് പരിശുദ്ധാത്മാവ് നിന്നത്. മീനിങ് എവറി ഡേ the blessing that you need for that day will come as blessing today into your life. അതിന്റെ അർത്ഥം ഓരോ ദിവസവും ദിനം തോറും നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ട നന്മകൾ ഓരോന്നും ബ്ലെസ്സിംഗ് ടുഡേ എന്ന പ്രോഗ്രാമിലൂടെ ദൈവം നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. ശബ്ദം ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാലോ. We didn't plan this, we actually decided against it, but still God is opening blessings for us. ഈ ഒരു പേര് എടുക്കണ്ട എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിരുന്നത്. എന്നിട്ടും അതിലേക്ക് തന്നെ വരാൻ കാരണം ദൈവം ഇതിന്റെ പിറകിൽ ചിലത് കണ്ടെത്തിയിരുന്നു. Meaning whenever we say blessing today, we are not talking about blessings of yesterday's, blessings of tomorrow's, but today's blessings. എപ്പോഴൊക്കെ ബ്ലെസ്സിംഗ് ടുഡേ എന്ന് നാം പറയുമ്പോൾ, അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, ഇന്നലകളിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളല്ല, നാളെ ചെയ്യാൻ പോകുന്ന കാര്യമല്ല, ഇന്ന് കർത്താവ് ഫ്രഷ് ആയി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അതിൽ വരുന്നത്. ശബ്ദമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ. Romans chapter 10 and verse number 12. റോമർക്കെഴുതിയ ലേഖനം 10-12 വചനം. The same Lord is Lord of all and richly bless all who call on him. Amen. അവിടെ എഴുതിയിരിക്കുന്ന അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു. Hallelujah. Hallelujah. He is so rich that he can amply supply, bountifully supply all the blessings
for everyone who calls on his life. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും ആവശ്യത്തിന് അധികമായിട്ട് വേണ്ടും പോലെ കൊടുക്കുവാൻ അവൻ സമ്പന്നനാണ്. The next few moments we are going to unlock the blessings of the Lord. ഇനി അടുത്ത ചില നിമിഷങ്ങൾക്കകം ഈ ദൈവം തമ്പുരാൻ നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ നാം സ്വതന്ത്രമാക്കാൻ പോകുകയാണ്. Hallelujah. Hallelujah. There are 5 main ways through which you can unlock blessings into your own life. നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലേക്ക് ദൈവിക അനുഗ്രഹങ്ങളെ അഴിച്ചുവിടുവാൻ, തുറന്നു വിടുവാൻ, സ്വതന്ത്രമാക്കുവാൻ 5 വിധ മാർഗങ്ങളാണുള്ളത്. Number 1, seek first the kingdom of God. ഒന്നാമത്തേത് ദൈവരാജ്യത്തെ അന്വേഷിക്കുക. Meaning when you give priority to the things of God, the kingdom of God, the kingdom of heaven, the spiritual things, then all other things that you need on earth will be showered on you. Amen. അതിന്റെ അർത്ഥം ദൈവരാജ്യത്തിന്റെ കാര്യങ്ങൾ, ദൈവികമായ വിഷയങ്ങൾ, ആത്മിക കാര്യങ്ങളെ കുറിച്ച് നാം ചിന്തിക്കുക, അതിനെ അന്വേഷിക്കുക, അതിന് ഒന്നാമത് പ്രാധാന്യം കൊടുക്കുക. അപ്പോഴാണ് ദൈവരാജ്യത്തെ നാം അന്വേഷിക്കുന്നത്, അതിലൂടെ അനുഗ്രഹങ്ങൾ പുറത്തേക്ക് വരുന്നത്. In many people's life I have observed their priority. The last and the least priority they give for the things of the Lord. ഒത്തിരി ആളുകളുടെയും ജീവിതത്തെ ഞാൻ നിരീക്ഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, അവരുടെ ജീവിതത്തിലെ മുൻഗണനാ ക്രമം നോക്കുമ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് അവർ കൊടുത്തിരിക്കുന്ന പ്രാധാന്യം ദൈവികമായ കാര്യങ്ങൾക്കാണ്. Oh God, I have so many things to do. After doing everything, if there is time, I will read the Bible. ഓ കർത്താവേ, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ, അതിനുശേഷം സമയമുണ്ടെങ്കിൽ ഞാൻ ബൈബിൾ വായിക്കാം. Too much homework I have to do. So if there is some time, some minutes left, I will pray. ഓ ഒത്തിരി ഹോംവർക്ക് എനിക്ക് ചെയ്യാനുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇനി ഇത് കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ ഞാൻ നിന്റെ കൂടെ അല്പനിമിഷം ഇരിക്കാം. Oh, what you are doing is you are locking up all the blessings. എന്താ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് ദൈവം തമ്പുരാൻ വെച്ചിട്ടുള്ള സകല അനുഗ്രഹങ്ങളെയും നിങ്ങൾ തടുത്തു കളയുകയാണ്. This verse I already gave you, Matthew 6:33. Seek first the kingdom of God and his righteousness. First, seek first, then all these things shall be added to you. That means all the blessings will be unlocked into your life. Amen. Hallelujah. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാമത്തെ വചനം എന്താണ് പറയുന്നത്? മുന്നമേ അവന്റെ രാജ്യം നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ സ്വർഗ്ഗത്തിലെ സകല അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കും. ആദ്യം അവനെ അന്വേഷിക്കാൻ നാം തീരുമാനിക്കണം. Hallelujah. First give the best portion of your time, your energy, your might, everything that you have. Seek first the kingdom of God. Seek first God. Seek first the spiritual things, the biblical things, the heavenly things. Then all the blessings will be unlocked into your life. Hallelujah. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഏറ്റവും നല്ലത്, നിങ്ങളുടെ ഏറ്റവും നല്ല സമയം, നിങ്ങളുടെ ഏറ്റവും നല്ല താലന്ത്, നിങ്ങളുടെ ഏറ്റവും നല്ല ശക്തി, ഇതെല്ലാം ആദ്യം കർത്താവിനായിട്ട് കൊടുക്കുക. ആദ്യം മുന്നമേ അവന്റെ രാജ്യം അന്വേഷിക്കുക, അവനായി തന്നെ കാത്തിരിക്കുക. ആത്മിക കാര്യങ്ങൾക്ക്, ദൈവിക വിഷയങ്ങൾക്ക്, അതിനുവേണ്ടി ബിബ്ലിക്കലായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒന്നാമത് പ്രാധാന്യം കൊടുക്കുക. Take a decision today. ഇന്നൊരു പുതിയ തീരുമാനം എടുത്താൽ, If you are taking that decision, comment in that chat box right നിങ്ങൾ now. ആ തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. Write in your notebook, Lord, I am deciding today to seek first the kingdom of God. ഇപ്പോൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഇങ്ങനെ എഴുതുക, കർത്താവേ, അങ്ങയുടെ രാജ്യത്തെ ആദ്യമേ അന്വേഷിക്കുവാൻ ഞാൻ തീരുമാനിക്കുന്നു. Hallelujah. Amen. We are in some earthly kingdoms today, but standing and living in this earthly kingdom, we are seeking his kingdom, the kingdom of God. ഓർക്കുക, നാം ഈ ലോകം എന്ന് പറയുന്ന രാജ്യത്താണ് നാം താമസിക്കുന്നതെങ്കിൽ കൂടെയും ഇതിനകത്ത് താമസിച്ചുകൊണ്ട് തന്നെ നാം ഒരു ദൈവിക രാജ്യത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ആ ദൈവിക രാജ്യത്തെ കുറിച്ച് നാം ആദ്യം ചിന്തിക്കണം. How to unlock blessings into your life? നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് അനുഗ്രഹങ്ങളെ തുറന്നു വിടാൻ സാധിക്കുന്നത്? Seek first his kingdom, his things, and the blessings will be unlocked. അവന്റെ രാജ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവന്റെ കാര്യങ്ങളെക്കുറിച്ച് ആദ്യം അന്വേഷിക്കുക. അങ്ങനെയെങ്കിൽ അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് തുറന്നു വരും. Number 2, know your inheritance and possess it.
രണ്ടാമത്തേത്, നിങ്ങളുടെ അവകാശങ്ങളെ മനസ്സിലാക്കി അതിനെ കൈവശപ്പെടുത്തുക. നിങ്ങളുടെ അവകാശങ്ങളെ മനസ്സിലാക്കി അതിനെ കൈവശപ്പെടുത്തുക. അവകാശങ്ങളെ മനസ്സിലാക്കി കൈവശമാക്കുക. അവകാശങ്ങളെ മനസ്സിലാക്കി കൈവശമാക്കുക. ലോകത്തിൽ മുഴുവൻ നടക്കുന്ന സമരങ്ങൾ അവകാശങ്ങൾ നേടിയെടുക്കാൻ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഒന്ന് പറഞ്ഞേ. അവകാശങ്ങൾ നേടിയെടുക്കാൻ പറഞ്ഞേ. അവകാശങ്ങൾ നേടിയെടുക്കാൻ. ഒരു തൊഴിൽ സ്ഥാപനത്തിൽ ഒരു പ്ലാന്റ് ആയിരിക്കും, ഒരു കൊച്ച് ഒരു SSI യൂണിറ്റ് ആയിരിക്കും. അവിടെ പോലും 10 പേരെ ജോലിക്കാരുണ്ടാവുള്ളൂ. പക്ഷെ ഒരു കൊടി വെച്ച് അവർ സമരം ചെയ്യും. എന്തിനു വേണ്ടി? അവകാശങ്ങൾ നേടിയെടുക്കാൻ. But as a child of God, as children of God, we don't know our avagashams. എന്നാൽ ഒരു ദൈവവൈതൽ എന്ന നിലയിൽ, ഒരു ദൈവ മക്കൾ എന്ന നിലയിൽ പലപ്പോഴും ദൈവമക്കൾ അവരുടെ അവകാശങ്ങൾ തിരിച്ചറിയാറില്ല. If you are a child of God, നിങ്ങൾ ഒരു ദൈവ പൈതലാണെങ്കിൽ, you have to know 3 important things. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. Right. എഴുതുക. Number 1. ഒന്നാമത്തേത്, who I am in Christ. ക്രിസ്തുവിൽ ഞാൻ ആരാണ്? That is my identity. അതാണ് എൻ്റെ ഐഡന്റിറ്റി, വ്യക്തിത്വം എന്ന് പറയുന്നത്. Who I am in Christ. ക്രിസ്തുവിൽ ഞാൻ ആരാണ്? The Bible speaks volumes about it. I am a child of God. ബൈബിളിൽ അനേക തവണ ഞാൻ ദൈവത്തിന്റെ പൈതൽ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. Amen. Hallelujah. And I am an heir of Christ. ഞാൻ ക്രിസ്തുവിന്റെ അവകാശിയാണ്. I am a servant of the Most High God. അത്യുന്നതനായ ദൈവത്തിന്റെ ദാസനാണ് ഞാൻ. I am a masterpiece of God. ഞാൻ ദൈവത്തിന്റെ ഉത്തമ കലാസൃഷ്ടിയാണ്. So like that, so many things are written in the scriptures about my identity in Christ. ക്രിസ്തുവിൽ ഞാൻ ആരാണ്, എൻ്റെ വ്യക്തിത്വം എന്താണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഇത്തരത്തിലുള്ള ഒത്തിരി ഭാഗങ്ങൾ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. Number 2, what you have in Christ. രണ്ടാമത്തേത്, ക്രിസ്തുവിൽ നിങ്ങൾക്ക് എന്താണ് ഉള്ളത്? Meaning, when I live in Christ, when Christ lives in me, when I am connected to Christ, what I have as resources to use. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം, ഞാൻ ക്രിസ്തുവിലായിരിക്കുമ്പോൾ, ക്രിസ്തു എന്നിലായിരിക്കുമ്പോൾ, ക്രിസ്തുവിലുള്ള ഏതെല്ലാം വിഭവശേഷിയാണ്, ഏതെല്ലാം നന്മകളാണ് എനിക്കുള്ളത് എന്ന തിരിച്ചറിവ്. So many Christians, so many believers, so many children of God, they do not know what they have, the resources they have in Christ. ക്രിസ്തുവിലുള്ള എന്തെല്ലാം നന്മകളാണ് നമുക്കുള്ളത്, ഏതെല്ലാം വിഭവശേഷികളാണ് നമുക്കുള്ളത് എന്നതിനെ കുറിച്ച് ഒത്തിരി ദൈവമക്കൾക്കും ഒത്തിരി ദൈവദാസന്മാർക്കും ഒത്തിരി വിശ്വാസികൾക്കും ഇതിനെക്കുറിച്ച് അറിവില്ല. Because they are ignorant of the resources they have in Christ, they never use them. അതിന്റെ അർത്ഥം, ഇത്തരത്തിലുള്ള അനുഗ്രഹങ്ങൾ അവർ ഒരിക്കലും ഉപയോഗിക്കാത്തത് കൊണ്ട് അവരതിനെക്കുറിച്ച് അറിവില്ലാതിരിക്കുകയാണ്. Number 3, what I can do in Christ. മൂന്നാമത്തെ കാര്യം, ക്രിസ്തുവിൽ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? That means the possibilities I have, the potential I have, the abilities I have in Christ. അതിന്റെ അർത്ഥം, ക്രിസ്തുവിൽ എനിക്കുള്ള സാധ്യതകൾ എന്തൊക്കെയുണ്ട്, ക്രിസ്തുവിൽ എനിക്ക് ചെയ്യാൻ സാധിക്കുന്ന കഴിവുകൾ എന്തൊക്കെയുണ്ട്, ക്രിസ്തുവിൽ എനിക്കുള്ള നൈപുണ്യം എനിക്ക് എന്തൊക്കെയുണ്ട്. എല്ലാവരും ഒന്ന് എനിക്ക് പറഞ്ഞു തന്നെ തിരിച്ചത് പറഞ്ഞു. 3 കാര്യങ്ങൾ എല്ലാ ദൈവമക്കളും അറിയണം. 1, ക്രിസ്തുവിൽ ഞാൻ ആരാണ്. ക്രിസ്തുവിൽ ഞാൻ ആരാണ്. 2, ക്രിസ്തുവിൽ എനിക്ക് എന്താ ഉള്ളത്. ക്രിസ്തുവിൽ എനിക്ക് എന്തുണ്ട്. 3, ക്രിസ്തുവിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും. ക്രിസ്തുവിൽ എനിക്ക് എന്തെല്ലാം ചെയ്തെടുക്കാൻ കഴിയും. ആമേൻ. Paul says, I can do all things through Christ who strengthens me. Amen. പൗലോസ് പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. Amen. Hallelujah. So this തിരിച്ചറിവ് will liberate you. ഈ ഒരു തിരിച്ചറിവ് നിങ്ങളെ സ്വതന്ത്രനാക്കും. Shout hallelujah. ശബ്ദമുയർത്തി ഒരു ഹല്ലേലൂയ പറയാമോ?
Romans 8 verse number 17 says, now if we are children, we all say that we are children, we boast, we brag that we are children of God, then we are heirs of God and co-heirs with Christ, if indeed we share in his sufferings, in order that we may also share in his glory. Amen. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വചനം, നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. ഓ ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾക്ക് അവൻ്റെ തേജസ്സും അവൻ്റെ മഹിമയും എല്ലാം കാത്തിരിക്കുക. നാം ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളുമെന്ന് വ്യക്തമായി എഴുതിയിരിക്കുക. അതുകൊണ്ട് പ്രാർത്ഥനകൾക്കും പ്രാർത്ഥനാ രീതികൾക്കും ഒരല്പം വ്യത്യാസം വരുത്തി, കർത്താവേ ഒരു ജോഡി ചെരുപ്പ് തരണേ, കർത്താവേ ഒരു 2 ചുരിദാർ കൂടി തരണേ എന്നൊക്കെയുള്ള പ്രാർത്ഥനകളൊക്കെ നിർത്തിയിട്ട് അവകാശങ്ങൾ നേടിയെടുക്കാൻ പറഞ്ഞേ, അവകാശങ്ങൾ നേടിയെടുക്കാൻ. മീനിങ് ക്രിസ്തുവേശുവിൽ എനിക്കുള്ള എല്ലാ അവകാശങ്ങളും, all the inheritance I have in Christ, I know now I want them. Amen. Hallelujah. ഇപ്പോൾ ക്രിസ്തു യേശുവിൽ എനിക്കുള്ള സകല അവകാശങ്ങൾ നേടിയെടുക്കുവാനുള്ള അറിവ് എനിക്കുണ്ട്. നിങ്ങൾ വീട്ടിലാണ് ഇരിക്കുന്നതെങ്കിൽ അടുത്ത് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊന്ന് പറഞ്ഞു, ഇന്ന് മുതൽ പ്രാർത്ഥനയ്ക്ക് ഒരു വ്യത്യാസം വരുത്തണം. ഇന്ന് മുതൽ പ്രാർത്ഥനയ്ക്ക് ഒരു വ്യത്യാസം. ദേവദാസന്മാരൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് പറഞ്ഞു, ഇന്ന് മുതൽ പ്രാർത്ഥനയ്ക്ക് ഒരു വ്യത്യാസം. From today our prayer should change. ഇന്ന് മുതൽ നമ്മുടെ പ്രാർത്ഥന രീതികൾ മാറിപ്പോണം. I'm not going to pray over the grocery list anymore. ഞാൻ ഇനി മുതൽ ഇങ്ങനെ പലചരക്ക് ലിസ്റ്റ് വായന പോലെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നില്ല. I'm going to pray for great things that I am entitled for in Christ Jesus. Hallelujah. ക്രിസ്തുവിൽ എന്നെ ബന്ധിപ്പിച്ചിരിക്കുന്ന വലിയ ഗമണ്ടൻ വലിയ കാര്യങ്ങളുടെ പ്രാർത്ഥനയാണ് ഇന്നു മുതൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നത്. Romans 8:32, he who did not spare his own son but gave him up for us all, how will he not also along with him graciously give us all things? റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 32-ാമത്തെ വചനം, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ഹല്ലേലൂയ. ഹാർവസ്റ്റിൽ കാണുന്നവർ വളരെ വേഗത്തിൽ തന്നെ യൂട്യൂബിലേക്ക് ചേഞ്ച് ചെയ്യുക, കാരണം നിങ്ങൾക്ക് തുടർന്നുള്ള ഇനിയാണ് കാര്യത്തിലോട്ട് നമ്മൾ കയറാൻ പോകുന്നത്. ഹല്ലേലൂയ. യൂട്യൂബിലേക്ക് എല്ലാവരും തള്ളി കയറിക്കോ, അല്ലെങ്കിൽ ഫേസ്ബുക്കിലേക്ക് പോയിക്കോ, എന്തൊക്കെയോ തുടർന്നുള്ള നിമിഷങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ചെയ്യാൻ പോകും. എല്ലാവരും പറഞ്ഞു ഒരിക്കൽ കൂടി, അവകാശങ്ങൾ നേടിയെടുക്കാം. അവകാശങ്ങൾ നേടിയെടുക്കാൻ. So it's not enough to know the inheritance that you have in Christ. You have to capture them, you have to possess them. Amen. ക്രിസ്തുവിൽ നമുക്കുള്ള അവകാശങ്ങളെ കുറിച്ചുള്ള ഒരു അറിവ് മാത്രം പോരാ, മറിച്ച് അതിനെ പിടിച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കണം. Amen. Hallelujah. Number 3, fear of the Lord. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദൈവഭയം. Fear of the Lord. ദൈവഭയം. Fear of the Lord will unlock blessings into your life. ദൈവഭയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങളെ തുറന്നുവിടും. We're going to read a scripture portion now. നമ്മൾ ഒരുമിച്ച് ഒരു വചനഭാഗം വായിക്കാൻ പോകുകയാണ്. Psalm 112 verse number 1 through 6. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 112-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വചനങ്ങൾ. Praise the Lord. Blessed are those who fear the Lord, who find great delight in his commands. യഹോവയെ സ്തുതിപ്പീൻ, യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. According to the Bible, do not fear anything but fear God. ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ നാം മറ്റൊന്നിനെയും ഭയപ്പെടരുത്, എന്നാൽ ദൈവത്തെ ഭയപ്പെടണം. You may remember our study in the morning glory, good fear and bad fear. നമ്മൾ മോർണിംഗ് ഗ്ലോറിയിൽ പഠിച്ച ആ പരമ്പരയെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നല്ല ഭയവും നല്ലതല്ലാത്ത ഭയവും. So do not fear. Many hundreds of times it is written in the scriptures that do not be afraid. Amen. But be afraid of God. Fear God. ബൈബിളിൽ അനേക വട്ടം
എഴുതി ചേർത്തിട്ടുള്ള ഒരു ഭാഗമാണ്. ഭയപ്പെടേണ്ട, Yes. ഭ്രമിക്കേണ്ട എന്ന് പറയുന്ന ഭാഗം. എന്നാൽ കൃത്യമായി ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ദൈവത്തെ നാം ഭയപ്പെടണം. Hallelujah. Number 2, their children, the children of the ones who fear the Lord, their children will be mighty in the land. അവിടെ രണ്ടാമത്തെ വചനം പറയുന്നു, അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും, നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. The generation of the upright will be blessed. That means because this person is fearing me, I am unlocking all the blessings on him and his generation. Hallelujah. അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്, ഈ വ്യക്തി ദൈവത്തെ ഭയപ്പെടുന്നവനായതുകൊണ്ട് ഞാൻ അവന്റെ തലമുറയിലേക്ക്, അവന്റെ സന്തതിയിലേക്ക് അനുഗ്രഹങ്ങളെ സ്വതന്ത്രമാക്കി തുറന്നു വിടുകയാണ്. So fear of the Lord is a key അതുകൊണ്ട് to unlock all the blessings of the Lord into your life, into your family, Amen. into this generation, Yes. next generation, Yes. third generation, Yes. fourth generation, Amen. all the coming generation, the posterity. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ അടുത്ത തലമുറയിലേക്ക്, ഒന്നാമത്തെ തലമുറയിലേക്ക്, രണ്ടാമത്തെ തലമുറയിലേക്ക്, മൂന്നാമത്തെ തലമുറയിലേക്ക്, നാലാമത്തെ തലമുറയിലേക്ക്, അനേകം തലമുറയിലേക്ക് നിങ്ങളിൽ നിന്ന് അനുഗ്രഹങ്ങളെ തുറന്നു വിടുന്ന നിങ്ങളുടെ കയ്യിലുള്ള താക്കോലാണ് ദൈവഭയം എന്നുള്ളത്. Verse number 3, wealth and riches are in their houses, and their righteousness endures forever. മൂന്നാമത്തെ വചനം, ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിലുണ്ടാകും, അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. Hallelujah. Amen. എനിക്കിപ്പോൾ പിടുത്തം കിട്ടി. കാശ് വേണോ, വീട്ടിൽ സമ്പന്നത വരണോ, വീട്ടിൽ കടഭാരം മാറണോ, ജപ്തി നീങ്ങിപ്പോകണമോ, വീട്ടിൽ ഇന്നത്തെ അവസ്ഥ ഒന്ന് മാറണമോ, എന്ത് ചെയ്താൽ മതി? ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ വചനങ്ങളെ ഇഷ്ടപ്പെട്ട് അതിനനുസരിച്ചങ്ങ് ജീവിച്ചാൽ മതി. 1 by 1 ആ വീടിന് ആവശ്യമുള്ള സമ്പത്ത്, ഐശ്വര്യം, വേണ്ടതെല്ലാം വന്നു കയറും. പുറത്തുനിന്ന് ആളുകൾ നോക്കുമ്പോൾ വിചാരിക്കും, ഇവര് പ്രാർത്ഥനയ്ക്ക് പോയിട്ട് അമേരിക്കയിൽ നിന്ന് പൈസ വരാൻ തുടങ്ങിയിട്ടുണ്ടെന്നാ തോന്നണേ. ഇവര് പ്രാർത്ഥനയ്ക്ക് പോയിട്ട് ഇവരുടെ ഫോട്ടോ എടുത്ത് ആരൊക്കെയോ എവിടെന്നോ കാശ് വരുത്തി കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊന്നും അല്ല. ദൈവത്തെ ഭയപ്പെട്ടപ്പോൾ സ്വർഗത്തിലെ താക്കോൽ തിരിഞ്ഞു എന്ന് മാത്രമല്ല, ദൈവത്തിന്റെ ഷവേഴ്സ് ഓഫ് ബ്ലെസ്സിങ്സ്, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ചുമ്മാ ചിതറി വീഴാൻ തുടങ്ങിയതാ. കണ്ണ് കഴിച്ചിട്ട് കാര്യമില്ല. നീയും ദൈവത്തെ ഭയപ്പെട്. നിന്റെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകും, നിന്റെ വീട്ടിൽ സമ്പന്നത ഉണ്ടാകും. എനിക്ക് ചാർജ് ആയിട്ടുണ്ട്. ഇനി എന്നെ പിടിച്ചാൽ കിട്ടില്ല. എനിക്ക് ചാർജ് ആയിട്ടുണ്ട്. Hallelujah. So the fear of the Lord is the key. Today, in the Spirit of God, I am turning that key right now to unlock blessings, wealth, riches into your life, into your family, and into the generation. Hallelujah. ദൈവത്തിന്റെ ഭയം അതൊരു താക്കോലാണ്. അനുഗ്രഹത്തെ തുറക്കുന്ന ഒരു താക്കോലാണ്. കൂട്ടുപൊളിച്ച അനുഗ്രഹത്തെ നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ ഭവനത്തിലേക്ക്, ഐശ്വര്യത്തെ കൊണ്ടുവരുന്ന, സമ്പത്തിനെ കൊണ്ടുവരുന്ന, അനുഗ്രഹത്തെ കൊണ്ടുവരുന്ന ആ താക്കോൽ ഇന്ന് ആത്മാവിൽ ഞാൻ എടുത്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ നോക്കി ഞാൻ അതിനെ തുറക്കുകയാണ്. See, verse number 4, even in darkness light dawns for the upright, for those who are gracious and compassionate and righteous. നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചമുദിക്കുന്നു, അവൻ കൃപയും കരുണയും നീതിയും ഉള്ളവനാകുന്നു.
മൈക്ക് കയ്യിലുള്ള എല്ലാവരും ചേർന്ന് പറഞ്ഞേ, നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചമുദിക്കുന്നു. നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചമുദിക്കുന്നു. ഒന്നുകൂടെ എല്ലാവരും, നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചമുദിക്കുന്നു. എല്ലാവരും ചേർന്ന് നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചമുദിക്കുന്നു. നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചമുദിക്കുന്നു. നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചമുദിക്കുന്നു. We are not talking about the natural darkness or natural light. When we don't know where to go, that is darkness. When we do not know the directions, we are in darkness. But in such situations, when you are going through that time, the directions will come from the Lord. Counsel will come from the Lord. Guidance will come from the Lord. The plans of God, the prophecies of God will come to your life to guide you. That is the light. So when you are puzzled, when you are perplexed, the guidance, the leading of the Holy Spirit will take you to the place God has assigned for you. ഇവിടെ പറയുന്ന ഇരുട്ട് എന്ന് പറയുന്നത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ഇരുട്ടല്ല. രാത്രിയിൽ നാം കാണുന്ന ഇരുട്ടല്ല. വഴിയില്ലാതെ, വഴി തപ്പിക്കൊണ്ട് നടക്കുന്ന സ്ഥിതിയിൽ, എങ്ങോട്ട് പോകണമെന്നറിയാതെ, എന്ത് തീരുമാനം എടുക്കണമെന്നറിയാതെ നിൽക്കുന്ന ഒരു അവസരം ഉണ്ടാകുമ്പോൾ, ആ ഇരുട്ടിൽ നീ ദൈവ ഭയമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, നേരുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, അവിടെ ദൈവത്തിന്റെ അനുഗ്രഹം നിനക്കുണ്ട്. അവന്റെ ആലോചനയുണ്ട്, അവന്റെ ഡയറക്ഷൻ ഉണ്ട്, അവന്റെ നടത്തിപ്പുണ്ട്, അവന്റെ കാവലുണ്ട്, അവന്റെ അനുഗ്രഹമുണ്ട്. I believe there is an impartation of the fear of the Lord, the spirit of the fear of the Lord upon all people right now. ഈ സമയത്ത് ഇവിടെയുള്ള കണ്ടുകൊണ്ടിരിക്കുന്ന സകല ജനത്തിന്റെ മേലും ദൈവികമായ ഭയത്തിന്റെ ഒരു ആത്മാവ്, ദൈവ ഭയത്തിന്റെ ഒരു ആത്മാവ് ഇപ്പോൾ വീഴുന്നത് ഞാൻ കാണുകയാണ്. Decide right here, I will not fear anything in this world, but I will have the fear of the Lord. ഹല്ലേലൂയ. എനിക്ക് മറ്റൊന്നുമല്ല, എനിക്ക് എന്റെ കർത്താവിനെ ഭയപ്പെടുന്ന ഒരു ജീവിതമാണ് എനിക്ക് പ്രധാനപ്പെട്ടത്. Hallelujah. People are afraid of so many things in this world. Stop there. But instead, fear the Lord. All the blessings will be unlocked into your little life. ഹല്ലേലൂയ. ഓർക്കുക, ജനങ്ങൾ ഈ ലോകത്തിലെ പല കാര്യങ്ങളെ ഓർത്ത് ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ ഭയം ഇവിടെ നിർത്തുക, മറിച്ച് ദൈവത്തെ ഭയപ്പെടുന്ന നിലവാരത്തിലേക്ക് ഉയരുക. Hallelujah. Amen. For those who are gracious and compassionate and righteous. Number 5, good will come to those who are generous and lend freely, who conduct their affairs with justice. അഞ്ചാമത്തെ വചനം, കൃപ തോന്നി വായ്പ കൊടുക്കുന്നവൻ ശുഭമായിരിക്കും, വ്യവഹാരത്തിൽ അവൻ തന്റെ കാര്യം നേടും. That means you will have enough in your hands to be generous, to show generosity to others. അതിന്റെ അർത്ഥം നിങ്ങളുടെ കയ്യിൽ മറ്റുള്ളവർക്ക് ഔദാര്യമായി കൊടുക്കുവാനുള്ളത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ. I am moving in the spirit of the Lord. I am moving in the Holy Spirit. I am moving in the anointing, and I release and I unleash blessings of the Lord upon everyone who fears the Lord. ഇപ്പോൾ പരിശുദ്ധാത്മാവിൽ ഞാനിപ്പോൾ ചലിക്കുകയാണ്. ആത്മാവിൽ നിന്നുകൊണ്ട് ഞാനിപ്പോൾ പറയുകയാണ്, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ ഔദാര്യമായി കൊടുക്കുവാൻ സാധിക്കുന്ന തരത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഇതാ നിങ്ങളുടെ മേൽ ഇപ്പോൾ വരികയാണ്. Hallelujah. Hallelujah. Oh, hallelujah. Amen. Amen. Hallelujah. I can preach and preach on and on, staying there, but I'm moving to the 4th one. എനിക്ക് ഒത്തിരി പ്രസംഗിക്കണമെന്നുണ്ട്, പക്ഷേ ഇതിന്റെ 4ാമത്തെ കാര്യത്തിലേക്ക് ഞാൻ പോവുകയാണ്. Number 4, if you want to unlock blessings into your life, number 4, overcome your Goliath. നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളെ നിങ്ങൾ തുറന്നു വിടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ 4ാമത്തെ മാർഗമാണ് നിങ്ങളുടെ ഗോലിയാത്തിനെ മറികടക്കണം. ഗോലിയാത്തിനെ മലർത്തി അടിക്കണം. David had a Goliath in front of him. ദാവീദിന്റെ മുൻപിൽ ഒരു ഗോലിയാത്ത് ഉണ്ടായിരുന്നു.
And when he overcame, when he killed that giant, there unlocked blessings into his life. എന്നാൽ അവൻ എപ്പോൾ ആ മല്ലനായ ഗോലിയാത്തിനെ മലർത്തിയടിച്ചോ അതിനുശേഷം ഒത്തിരി അനുഗ്രഹങ്ങളിലേക്ക് അവൻ കടന്നു. Amen. Hallelujah. So in that way, Goliath is a blessing in disguise. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ വേഷപ്രച്ഛന്നമായി വന്നിട്ടുള്ള നിൽക്കുന്ന ഒരു അനുഗ്രഹമല്ലേ ഗോലിയാത്ത്. In other words, all the problems, the gigantic problems, giant-like problems, the monster-like problems that you are facing now, beyond that, behind that, there are layers of blessings hidden. Amen. Hallelujah. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇന്ന് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നം എന്ന് പറയുന്നത് മഹാപ്രശ്നം അല്ലെങ്കിൽ ഭീമാകാരമായിട്ടുള്ള ഒരു വലിയ പ്രശ്നം, ആ പ്രശ്നത്തിന് അപ്പുറത്ത് ഒന്നൊന്നായി കാത്തിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ ഒരു മാല തന്നെയുണ്ട്. How do you know that? നിങ്ങൾക്ക് എങ്ങനെയാണ് അറിയാം? Samuel chapter 17. 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം 25. 25-ാമത്തെ വചനം. The king will give great wealth to the man who kills him. That means Goliath. He will also give him his daughter, that means princess, in marriage, and will exempt his family from taxes in Israel. Praise God. 25-ാമത്തെ വചനം ബി പാർട്ട്. അവനെ കൊല്ലുന്നവന് രാജാവ് അയാളെ മഹാസമ്പന്നനാക്കുകയും സമ്പത്ത് തന്റെ മകളെ അവന് കൊടുക്കുകയും വിവാഹ ജീവിതം അവന്റെ ഭവനത്തിന് ഇസ്രായേൽ കരമൊഴിവ് കൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. Hallelujah. If you kill this giant, if you kill Goliath, if you kill this monster, if you overcome this big problem, 3 big blessings will be unlocked into your life. Hallelujah. നിങ്ങൾ ഈ വലിയ പ്രശ്നത്തെ, ഈ ഭീമാകാരമായ പ്രശ്നത്തെ നിങ്ങൾ മലർത്തി അടിക്കുകയാണെങ്കിൽ, അതിനെ ഓവർകം ചെയ്യുകയാണെങ്കിൽ 3 വിധത്തിലുള്ള അനുഗ്രഹങ്ങളാണ് അതിനപ്പുറം നിങ്ങളെ കാത്തിരിക്കുന്നത്. Number 1, great wealth. ഒന്നാമത്തേത് മഹത്തായ സമ്പന്നത. Amen. Hallelujah. If you overcome your enemy, if you overcome the devil, if you overcome satanic attacks, if you overcome the temptations, big temptations the enemy is bringing before you, if you kill that giant, you will be rich. Hallelujah. Hallelujah. നിങ്ങൾ ഈ ഒരു മല്ലനെ, ഈ ഒരു സാത്താനെ, ഈ പാപത്തിന്റെ പ്രവൃത്തിയെ, ഈ പരീക്ഷണത്തെ, ഈ പരീക്ഷകളെ നിങ്ങൾ ജയിക്കുകയാണെങ്കിൽ, അവനെ മലർത്തി അടിക്കുകയാണെങ്കിൽ, അതിനുശേഷം നിങ്ങൾ ഒരു സമ്പന്നനായിട്ട് മാറും. Amen. Hallelujah. Somebody say hallelujah. Hallelujah. It is your duty to have that encounter, that battle. Your duty to battle against that giant and kill that giant, then open the destiny for you. അങ്ങനെയെങ്കിൽ ഈ ഒരു മല്ലനെ, ഈ ഒരു പൈശാചിക പ്രവർത്തികളെ ഓവർകം ചെയ്യുക, മറികടക്കുക, അതിനെ തകർക്കുക എന്നുള്ളത് അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. എന്നാൽ അതിനുശേഷം അനുഗ്രഹത്തിന്റെ വാതിൽ നിങ്ങൾ തുറക്കുകയാണ്. Hallelujah. Hallelujah. Number 2, if you overcome, kill this giant, you'll be married to the princess. രണ്ടാമത്തേത്, നിങ്ങൾ ഈ മല്ലനെ ജയിക്കുകയാണെങ്കിൽ ആ രാജ്യത്തിലെ രാജകുമാരിയെ നിങ്ങൾക്ക് ഭാര്യയായി കിട്ടും. Hallelujah. Hallelujah. And not only that, all your lifetime, you and your whole family, entire family will enjoy tax exemption. അതുമാത്രമല്ല, നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങളിൽപ്പെട്ട
സകലർക്കും രാജ്യത്തെ നികുതിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയാണ്. Whole lifetime. മുഴുവൻ ജീവിതകാലം മുഴുവൻ നികുതിയിൽ നിന്ന് ഒഴിവാക്കപ്പെടും. You get 12AA registration certificate, you get ATG, and you get 510C. Everything. That means you have no income tax, no sale tax, no kinds of the flood cess. Nothing is there. The total income you can enjoy, no tax. ഹല്ലേലൂയ. നിങ്ങൾക്ക് 12A സർട്ടിഫിക്കറ്റ് ആകാം, ATG സർട്ടിഫിക്കറ്റ് ആകാം, അല്ലെങ്കിൽ ഇൻകം ടാക്സിന്റെ കാര്യങ്ങളാകാം, സെസ്, പ്രളയത്തിന്റെ സെസിന്റെ കാര്യമാകാം. ഇങ്ങനെയുള്ള സകല വിധത്തിലുള്ള നികുതികളിൽ നിന്നും നിങ്ങൾ വിമുക്തരായിരിക്കുന്നു. 3 major blessings will be unlocked if you kill that giant. ആ ഒരു മല്ലനെ തകർത്താൽ 3 വലിയ അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് സ്വതന്ത്രമാക്കപ്പെടാൻ പോകുകയാണ്. Now question is coming to you. What is the giant? What is the Goliath that you are facing today? ഇനിയിപ്പോ ചോദ്യം നിങ്ങളിലേക്ക് വരികയാണ്. ഏത് മല്ലനെയാണ്, ഏത് ഗോലിയാത്തിനെയാണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്? Is it that alcoholism? അത് മദ്യപാനം എന്ന മല്ലനാണോ? Some drug addiction? അല്ലെങ്കിൽ ദുശീലത്തിന്റെ, Some unwanted relationship? അല്ലെങ്കിൽ അനാവശ്യമായ Some ബന്ധങ്ങളുടെ, sinful life? ജീവിതത്തിലെ ചില പാപ ജീവിതം, Some bad habits? അല്ലെങ്കിൽ തെറ്റായ ദുശീലങ്ങൾ, Prayerlessness? പ്രാർത്ഥനയില്ലായ്മ, Whatever it is, എന്ത് തന്നെയാണെങ്കിലും kill that giant right now. ഇപ്പോൾ തന്നെ ആ മല്ലനെ കൊല്ലുക. And I am praying the anointing of the Holy Spirit, just like the anointing of the Holy Spirit came upon that little boy David, the same anointing is coming upon you, so that within no time you can overcome, you can kill that giant. ഹല്ലേലൂയ. ഒരു മല്ലനെ തകർക്കുവാൻ, ഗോലിയാത്തിനെ തകർക്കുവാൻ ബാലനായിരുന്ന ഒരു ദാവീദിന്റെ മേൽ അഭിഷേകം ഇറങ്ങി വന്നതുപോലെ ഇപ്പോൾ ആത്മാവിൽ ധൈര്യപ്പെടുക. അഭിഷേകത്താൽ നിറഞ്ഞുകൊണ്ട് അതേ അഭിഷേകത്താൽ ഗോലിയാത്ത് എന്ന നിങ്ങളുടെ മുന്നിലെ വലിയ പ്രശ്നത്തെ, വലിയ മല്ലനെ ഇപ്പോൾ തന്നെ വധിക്കുക, കൊല്ലുക, തകർക്കുക. Hallelujah, hallelujah, Oh, Jesus. ദാവീദ് യുദ്ധം ജയിച്ചതുപോൽ എൻ വിജയം വരുന്നുണ്ട്. ഓ ദാവീദ് യുദ്ധം ജയിച്ചതുപോൽ എൻ വിജയം വരുന്നുണ്ട്. ഓ വരുന്നുണ്ട്, വരുന്നുണ്ട്, എന്റെ അത്ഭുതം വരുന്നുണ്ട്. വരുന്നുണ്ട് എന്റെ അനുഗ്രഹം, എന്റെ അത്ഭുതം വരുന്നുണ്ട്. ഓ ദാവീദ് യുദ്ധം ജയിച്ചതുപോൽ എന്റെ വിജയം വരുന്നുണ്ട്. ദാവീദ് യുദ്ധം ജയിച്ചതുപോൽ എന്റെ വിജയം വരുന്നുണ്ട്. വരുന്നുണ്ട്, വരുന്നുണ്ട്, എന്റെ അനുഗ്രഹം വരുന്നുണ്ട്. വരുന്നുണ്ട്, വരുന്നുണ്ട്, എന്റെ അനുഗ്രഹം വരുന്നുണ്ട്. വരുന്നുണ്ട്, വരുന്നുണ്ട്, എന്റെ അനുഗ്രഹം വരുന്നുണ്ട്. hallelujah. Hallelujah. You know, as we are progressing with this message right now, something is being unlocked into your life. ഇപ്പോൾ ഈ സന്ദേശം നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്തൊക്കെയോ ചില കാര്യങ്ങൾ കർത്താവ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തെ The സ്വതന്ത്രമാക്കിക്കൊണ്ടിരിക്കുകയാണ്. atmosphere is changing. ഇപ്പോൾ അന്തരീക്ഷം മാറിക്കൊണ്ടിരിക്കുന്നു. Everything that is locked up, everything that is hooked up, everything that is blocked, everything that is obstructed, all the goodness, all the mercies, all the inheritance, and all the heritage, all what you need to enjoy, you have to enjoy, that is entitled for you. Everything that is reserved anywhere, that is stopped anywhere, everything is getting unlocked in the mighty name of Jesus. നിങ്ങൾ അനുഭവിക്കേണ്ട നന്മകൾ, നിങ്ങൾ ആസ്വദിക്കേണ്ട അനുഗ്രഹങ്ങൾ, നിങ്ങൾ കൊണ്ടാകേണ്ട അവകാശങ്ങൾ, അത് എവിടെയൊക്കെ തടസ്സപ്പെട്ട് കിടക്കുകയാണെങ്കിലും, അത് കുടുങ്ങിക്കിടക്കുകയാണെങ്കിലും, അത് പൂട്ടിക്കിടക്കുകയാണെങ്കിലും, ഇപ്പോൾ ഈ അന്തരീക്ഷം ചാർജ് ആയിക്കൊണ്ടിരിക്കുക. ഈ അഭിഷേകത്തിൽ, ഈ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ഞാനിപ്പോൾ കൽപ്പിക്കുകയാണ്, യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തുറന്നു വിടുക. If you talk in the
Spirit of God, you talk in the Spirit of pray in that spiritual language everywhere. ഇപ്പോൾ നിങ്ങൾ ആത്മാവിൽ സംസാരിക്കാൻ അറിയാവുന്ന വ്യക്തിയാണെങ്കിൽ, ആത്മാവിൽ പ്രാർത്ഥിക്കാൻ അറിയാവുന്ന വ്യക്തിയാണെങ്കിൽ, ഇപ്പോൾ അന്യഭാഷകളിൽ ആത്മാവിൽ ശബ്ദമുയർത്തി ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇപ്പോൾ തന്നെ കർത്താവിനോട് സംസാരിക്കാൻ തുടങ്ങിക്കേ. Something is the Holy Spirit is doing something in your spirit right now. ഇപ്പോൾ എന്തൊക്കെയോ പരിശുദ്ധാത്മാവ് ആത്മാവിൽ ഇതാ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Receive it right now. ഇപ്പോൾ തന്നെ അതിനെ സ്വീകരിക്കുക. Hallelujah. Hallelujah. Oh Jesus, I worship you. Oh Jesus, I worship you. He can move a mountain. My God is mighty to save. He is mighty to save. Forever, author of salvation. He rose and conquered the grave. Jesus conquered the grave. Yeshu, malaye nikam shakam. Yeshu sarva shakam. Yeshu sarva shakam. Yeshu yendam yogin and Savior, He can move the mountain. Oh, my God is mighty to save, and He is mighty to save. Forever an author of salvation, He rose and conquered the grave. Jesus conquered the grave. We are coming to the closure of this message. The last one, number 5. Generous giving will unlock blessings on you. അനുഗ്രഹങ്ങളെ തുറന്നു വിടുവാനുള്ള അഞ്ചാമത്തെ മാർഗം എന്ന് പറയുന്നത് ഔദാര്യമായ കൊടുക്കൽ. In the New Testament, we don't give according to the law, according to a rule, but we give according to the grace that we have received. പുതിയ നിയമത്തിൽ നാം കൊടുക്കുന്നത് ഒരു പ്രമാണമനുസരിച്ചോ ന്യായപ്രമാണമനുസരിച്ചോ കൽപ്പനയനുസരിച്ചോ നിർബന്ധത്താൽ ഒന്നുമല്ല, മറിച്ച് കൃപയാലാണ് നാം കൊടുക്കുന്നത്. നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണമാണ് നമ്മൾ നൽകുന്നത്. കൃപയ്ക്കൊത്തവണ്ണമാണ് നൽകുന്നത്. Many people, many Christians, many believers are confused. What is the New Testament instruction for giving? ഒത്തിരി വിശ്വാസികളും ഒത്തിരി ദൈവമക്കളും പുതിയ നിയമത്തിൽ കൊടുക്കൽ എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ നിർദ്ദേശം ഏതാണ് എന്നതിൽ ആശയക്കുഴപ്പമുള്ളവരാണ്. Many New Testament believers are following the Old Testament principle. ഒത്തിരി പുതിയ നിയമ വിശ്വാസികളും പഴയ നിയമ തത്വങ്ങളെയാണ് പിൻഗമിക്കുന്നത്. But in the Old Testament, the Jewish people limited their giving to their tithing. എന്നാൽ പഴയ നിയമത്തിൽ യഹൂദന്മാർ അവരുടെ കൊടുക്കൽ എന്നുള്ളത് ദശാംശം എന്ന് പറയുന്ന ഒരു നിയമത്തിനുള്ളിലാക്കിയിരുന്നു. But in the New Testament, there is no limitation in giving and receiving. എന്നാൽ പുതിയ നിയമത്തിൽ കൊടുക്കുന്നതിനും സ്വീകരിക്കുന്നതിനും പരിധിയില്ല. എല്ലാവരും പറഞ്ഞു. കൊടുക്കുന്നതിനും പുതിയ നിയമത്തിൽ കൊടുക്കലിനും പരിധിയില്ല, സ്വീകരിക്കുന്നതിനും പരിധിയില്ല. ഒന്നുകൂടി പറഞ്ഞു. പുതിയ നിയമത്തിൽ കൊടുക്കുന്നതിനും പരിധിയില്ല, സ്വീകരിക്കുന്നതിനും പരിധിയില്ല. 5 പ്രാവശ്യം പറ. പുതിയ നിയമത്തിൽ കൊടുക്കുന്നതിനും പരിധിയില്ല, സ്വീകരിക്കുന്നതിനും പരിധിയില്ല. പുതിയ നിയമത്തിൽ കൊടുക്കുന്നതിനും പരിധിയില്ല, സ്വീകരിക്കുന്നതിനും പരിധിയില്ല. പുതിയ നിയമത്തിൽ കൊടുക്കുന്നതിനും പരിധിയില്ല, സ്വീകരിക്കുന്നതിനും പരിധിയില്ല. In the Old Testament, the Jewish community, they gave their 1/10 and received according to their giving. പഴയ നിയമത്തിലെ യഹൂദ സമൂഹം അവർക്കുള്ള സകലത്തിന്റെയും 10% ദശാംശം കൊടുത്തു, അതിനനുസരിച്ചിട്ടുള്ള നന്മ മാത്രം അവർ സ്വീകരിച്ചു. But in the New Testament, there is no limit in giving
and taking. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കൊടുക്കുന്നതിനും ദൈവത്തിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് വാങ്ങുന്നതിനും ഒരു പരിധിയുമില്ല. How do you know that, brother? എങ്ങനെ ഇത് ബ്രദറിന് മനസ്സിലായി ബ്രദറെ? I knew it because it is written. കാരണം ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട്, എഴുതിയിരിക്കുന്നത് കൊണ്ട് എനിക്ക് മനസ്സിലായി. Everybody say it is written. എല്ലാവരും ഉറക്കെ പറഞ്ഞാമോ? ഇത് എഴുതപ്പെട്ടിരിക്കുന്നതാണ്. ഇത് ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. Where is it written? എവിടെയാണ് ഇത് എഴുതിയിരിക്കുന്നത്? It is written in the New Testament. ഇത് പുതിയ നിയമത്തിലാണ് എഴുതിയിരിക്കുന്നത്. Where in the New Testament? പുതിയ നിയമത്തിൽ എവിടെയാണിത്? In 2 Corinthians. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലാണ്. Chapter 9. 9-ാമത്തെ അധ്യായം. Chapter 9 verse 6, 7, 8. അതിന്റെ 6, 7, 8 വചനങ്ങൾ. Paul says, remember this. Whoever sows sparingly will also reap sparingly. Whoever sows generously will also reap generously. എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്നോർത്തുകൊള്ളുവിൻ. Number 7, each of you should give what you have decided in your heart to give, not reluctantly or under compulsion, for God loves a cheerful giver. 7-ാമത്തെ വചനം, അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ. സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. Verse number 8, and God is able to bless you. In other words, God is able to unlock blessings on you abundantly, so that in all things, at all times, having all that you need, you will abound in every good work. 8-ാമത്തെ വചനം, നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. Generous giving, let me tell you, brothers and sisters, generous giving unlocks bountiful blessings on your life. ഔദാര്യമായി കൊടുക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ബൗണ്ടിഫുൾ നിറഞ്ഞു കവിയുന്ന അനുഗ്രഹങ്ങൾ കൊണ്ടുവരും. Luke 6:38, give and it will be given to you, a good measure, pressed down, shaken together and running over, will be poured into your lap, for with the measure you use it will be measured back to you. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 38-ാമത്തെ വചനം, കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അമർത്തി കുലുക്കി കവിയുന്നൊരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. Anybody here wants bountiful blessings, big blessings, learn to give liberally, generously. Amen. Hallelujah. നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഒരു അനുഗ്രഹം നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഔദാര്യമായി കൊടുക്കുകയാണ് വേണ്ടത്. So in the New Testament there is no limitation, 10%. No. You can sow sparingly, you can receive sparingly, but if you sow generously, you will also reap generously. Oh hallelujah. പുതിയ നിയമത്തിൽ അതുകൊണ്ട് ഒരു പരിധി ദൈവം തമ്പുരാൻ വെച്ചിട്ടില്ല. 10% ഉൾപ്പെടുന്ന ഒരു പരിധി അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ഔദാര്യമായി എത്രയും അധികമായി നിങ്ങൾ കൊടുക്കുന്നു, ആ ഒരു പരിധിയില്ലാതെ കൊടുക്കുന്നു, അതുപോലെ പരിധിയില്ലാതെ അനുഗ്രഹങ്ങളെയും പ്രാപിക്കാൻ സാധിക്കും. So how to give in the New Testament? അങ്ങനെയെങ്കിൽ പുതിയ നിയമത്തിൽ എങ്ങനെയാണ് കൊടുക്കാൻ സാധിക്കുന്നത്? Number 1, generously. ഒന്നാമതായിട്ട് ഔദാര്യമായി. 2 Corinthians 9:6. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 9:7. Number 2, a good measure. രണ്ടാമതായിട്ട് നല്ല അളവ്. Luke 6:38. ലൂക്കോസിന്റെ സുവിശേഷം 6:38. Number 3, in keeping with your income. നിങ്ങളുടെ വരുമാനം അനുസരിച്ച്. 1 Corinthians 16:2. 1 കൊരിന്ത്യർ 16:2. Number 4, willingly. നാലാമതായിട്ട് മനസ്സോടെ. 2 Corinthians 8:12. 2 കൊരിന്ത്യർ 8:11. Number 5, according to your decision.
അഞ്ചാമത്തെ നിങ്ങളുടെ തീരുമാനമനുസരിച്ച്. 2 Corinthians 9:7. 2 കൊരിന്ത്യർ 9:7. Number 6, cheerfully. ആറാമത്തേത് സന്തോഷത്തോടെ. 2 Corinthians 9:7 again. 2 കൊരിന്ത്യർ 9:7 വചനം. Number 7, not reluctantly. ഏഴാമത്തെ കാര്യം നിർബന്ധത്താലല്ലാതെ, അല്ല, മടി കൂടാതെ. 2 Corinthians 9:7 again. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 9-7 വചനം. Number 8, not under compulsion. എട്ടാമത്തേത് നിർബന്ധത്താലല്ലാതെ. 2 Corinthians 9:7 again. 2 കൊരിന്ത്യർ 9:7. Number 9, in secret. ഒൻപതാമത് രഹസ്യത്തിൽ. Matthew 6:1-4. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം. So these are the ways you can give generously according to the New Testament principle. ഈ വിധത്തിലാണ് പുതിയ നിയമത്തിന്റെ തത്വമനുസരിച്ച് ഔദാര്യപൂർവ്വം നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. Anybody that wants big blessings, give generously to the Lord. അതുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ ആരെങ്കിലും വലിയ അനുഗ്രഹങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഔദാര്യമായി കൊടുത്തുകൊണ്ടേയിരിക്കുക. And blessings will be unlocked into your life. നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ സ്വതന്ത്രമാക്കപ്പെടും. According to these verses, the Bible says blessings will be unlocked into your life beyond your capacity. Amen. ഈ വചനം അനുസരിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രാപ്തിക്ക് അപ്പുറത്തേക്ക് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ വന്നു വീഴും. God says, if you give generously, I will give a good measure, pressed down, shaken together, running over. കർത്താവ് പറയുന്നത്, നിങ്ങൾ ഔദാര്യപൂർവം നിങ്ങൾ കൊടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അമർത്തി കുലുക്കി കവിയുന്ന ഒരളവ് നിങ്ങളുടെ മടിയിൽ ഞാൻ തരും. Hallelujah. Hallelujah. Secondly, God says all grace will be abounding in your life. അടുത്തതായിട്ട് കർത്താവ് അവിടെ പറയുന്നു, നിങ്ങളുടെ കൃപ അധികമായി വർദ്ധിച്ചു പെരുകും. Number 3, the Bible says you will have all sufficiency. അതിനുശേഷം ബൈബിൾ പറയുന്നു, നിങ്ങൾക്ക് പൂർണ്ണ തൃപ്തി ഉണ്ടാകും. Number 4, it says you will have eternal righteousness. നാലാമതായിട്ട് പറയുന്നു, നിങ്ങൾക്ക് നിത്യമായ നീതി ഉണ്ടാകും. Number 5, it says your seeds will increase and you will have a great harvest. ഏഴാമതായിട്ട് പറയുന്നത്, നിങ്ങളുടെ വിത്തിന്റെ ശേഖരത്തെ വർദ്ധിപ്പിച്ച് ഒരു വലിയ വിളവുണ്ടാകും. Number 6, it says there will be enrichment in all areas of your life. അടുത്തതായിട്ട് കർത്താവ് പറയുന്നത്, നിങ്ങൾക്ക് എല്ലാ മേഖലയിലും ഒരു സമ്പന്നതയുണ്ടാകും. Number 7, you will get big rewards according to Matthew 10:42. മത്തായിയുടെ സുവിശേഷം 10:42 അനുസരിച്ച് നിങ്ങൾക്കൊരു വലിയ പ്രതിഫലമുണ്ടാകും. Hallelujah. Hallelujah. Anybody needs big blessings in your life. ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളെ പ്രാപിക്കുന്നുണ്ടെങ്കിൽ give generously. ഔദാര്യമായി കൊടുക്കുക. Anybody wants big blessings, give generously. നിങ്ങൾ ആരെങ്കിലും വലിയ അനുഗ്രഹങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഔദാര്യമായി കൊടുക്കുക. Shout hallelujah. ശബ്ദം ഉയർത്തി hallelujah. 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 Today I gave you 5 keys. ഇന്ന് ഞാൻ നിങ്ങൾക്ക് 5 താക്കോലുകളാണ് തന്നത്. There is one more. ഒരു കീ കൂടെ ഉണ്ട്. What is that? അതെന്താണത്? It is breaking the curses if there are in your life. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ശാപത്തിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ മുറിക്കുക എന്നുള്ളതാണ്. Tomorrow onwards in the morning glory I am going to handle that. നാളെ മുതലുള്ള മോർണിംഗ് ഗ്ലോറിയിൽ ഞാൻ അതാണ് സംസാരിക്കാൻ പോകുന്നത്. Tomorrow onwards till next Saturday we will be handling that. നാളെ മുതൽ അടുത്ത ശനിയാഴ്ച വരെ ഈ ഒരു ഭാഗമാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. Never miss one morning glory episode this week. ഈ വീക്കിലെ ഒരു മോർണിംഗ് ഗ്ലോറി എപ്പിസോഡ് പോലും നിങ്ങൾക്ക് നഷ്ടമായി കൂടാ. I encourage you to translate these notes that you are taking down into many other languages and send to your friends in that language, and even you can start a small group for them, small Bible study group for them. അത് മാത്രമല്ല, ഇത് വ്യത്യസ്തമായ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യുവാനും അത് നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം അയച്ചു കൊടുക്കാനും, അത് മാത്രമല്ല നിങ്ങളുടെ ബൈബിൾ സ്റ്റഡി സ്മോൾ ഗ്രൂപ്പ് സിസ്റ്റം ഉണ്ടെങ്കിൽ അതിലൊക്കെ ഈ ക്ലാസുകൾ പഠിപ്പിക്കുവാനുമായിട്ട് ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. Shout a big hallelujah. ശബ്ദം ഉയർത്തി hallelujah. Clap your hands and shout hallelujah. കൈകൾ രണ്ടും ചേർത്ത് അടിച്ചുകൊണ്ട് ഒരു hallelujah പറഞ്ഞാലോ. Finally, I want to give you the most important key ഒടുവിൽ to unlock
any blessing or unlock any area that is locked up in your life. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന, തടസ്സപ്പെട്ട് കിടക്കുന്ന Yes. ഏതൊരു മേഖലയെയും തുറക്കുവാനുള്ള അവസാനത്തെ താക്കോൽ ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുകയാണ്. Are you ready for this? നിങ്ങൾ അത് സ്വീകരിക്കാൻ തയ്യാറാണോ? If you are ready, stand to your feet everywhere. നിങ്ങൾ തയ്യാറാണെങ്കിൽ എല്ലാവരും അത് സ്ഥലത്ത് എഴുന്നേറ്റ് നിൽക്കുക. In your house, in your living room, in your bedroom, wherever you are, stand. നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ലിവിംഗ് റൂമിൽ, നിങ്ങളുടെ ബെഡ്റൂമിൽ എവിടെയാണ് നിങ്ങൾ ആയിരിക്കുന്നത്, എഴുന്നേറ്റ് നിൽക്കുക. Hallelujah. Revelation chapter 3 and verse number 7 says, to the angel of the church in Philadelphia write, these are the words of him who is holy and true, who holds the key of David. What he opens, no one can shut. What he shuts, no one can open. Amen. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-ാമത്തെ വചനം എല്ലാവരും ചേർന്ന് ഈ സമയത്ത് വായിച്ചാലും, ഫിലദൽഫിയിലെ സഭയുടെ ദൂതന് എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി, Yes. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ Yes. അരുളി ചെയ്തത്. Unlocking or locking belongs to the son of David. ഒരു വാതിൽ അടയ്ക്കുക എന്നുള്ളതും തുറക്കുക എന്നുള്ളതും ദാവീദ് പുത്രനെ ആശ്രയിച്ചിട്ടാണ് നിൽക്കുന്നത്. ദാവീദ് പുത്രന്റെ ജോലിയാണ്. Amen. Hallelujah. Amen. Jesus is the key and he has the key. ഓർക്കുക, യേശുവാണ് താക്കോൽ. Yes. യേശുവിന്റെ കയ്യിലാണ് താക്കോലുള്ളത്. He has the key of David ദാവീദിന്റെ താക്കോൽ അവന്റെ കയ്യിലുണ്ട്. and he himself is the key. അവൻ അപ്പോൾ തന്നെ അവൻ താക്കോലുമാണ്. Hallelujah. ഹല്ലേലൂയ. If you have Jesus in your life, യേശു നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ any door that is locked up because he is in your life will open. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ പൂട്ടിയിട്ടിരിക്കുന്ന ഏത് വാതിലും അവൻ നിങ്ങളുടെ ജീവിതത്തിൽ താക്കോലായിട്ടുള്ളതുകൊണ്ട് അത് തുറക്കപ്പെടും. Hallelujah. ഹല്ലേലൂയ. Key shows authority. താക്കോൽ അധികാരത്തെ കാണിക്കുന്നു. He shows the power you have. നിങ്ങൾക്കുള്ള ശക്തിയാണ് താക്കോൽ കാണിക്കുന്നത്. Jesus has all authority in heaven and on earth. യേശു കർത്താവിന് സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരവുമുണ്ട്. He can unlock any prison. ഏത് ജയിലിനും അവന് തുറക്കാൻ സാധിക്കും. He can unlock any warehouse, any godown, any storehouse. ഏത് വെയർഹൗസും ഏത് ഗോഡൌണും ഏത് സ്റ്റോർ ഹൗസും അവന് He തുറക്കാൻ can സാധിക്കും. unlock any locker. ഏത് ലോക്കറിന്റെ പൂട്ടും അവന് പൊളിക്കാൻ സാധിക്കും. Anything that is locked up in your life, in the name of Jesus, using the key, I am unlocking right now. ഇപ്പോൾ ഏത് തരത്തിലുള്ള പൂട്ടാണ് നിനക്കെതിരെ പൂട്ടിയിരിക്കുന്നെങ്കിലും യേശു എന്ന താക്കോൽ ഇപ്പോൾ ഉപയോഗിച്ച് ആ പൂട്ട് തുറക്കുക. Right now, I can see one more thing. Many barren wombs are unlocked in the name of Jesus. You are going to have babies. Amen. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞാൻ കാണുകയാണ് വന്ധ്യതകൾ, ഉദരങ്ങൾ അടയപ്പെട്ടിരിക്കുന്നത് ഈ താക്കോൽ കൊണ്ട് അത് തുറക്കപ്പെടുന്നു. കുഞ്ഞുങ്ങൾ അവർക്ക് പിറക്കുന്ന കാഴ്ച ഞാൻ കാണുന്നു. In the mighty name of Jesus. യേശുവിന്റെ ശക്തമേറിയ നാമത്താൽ Finances are unlocked in the name of Jesus. സാമ്പത്തിക വഴികൾ യേശുവിൻ നാമത്തിൽ തുറക്കപ്പെടുകയാണ്. Blessings are unlocked in the name of Jesus. പൂട്ടപ്പെട്ട ബിസിനസ്സുകൾ തുറക്കപ്പെടുകയാണ്. In the mighty name of all your inheritance is unlocked in the name of Jesus. എല്ലാ തരത്തിലുള്ള അവകാശങ്ങൾ യേശുവിൻ നാമത്തിൽ തുറക്കപ്പെടുന്നു. Some men of God, some pastors are watching us right now. Your ministry is unlocked in Jesus' name. ഇപ്പോൾ ചില ദൈവദാസന്മാർ, ചില ശുശ്രൂഷകന്മാർ നിങ്ങളുടെ ശുശ്രൂഷകൾ പൂട്ടപ്പെട്ട സ്ഥിതിയിലായിരിക്കുന്ന കർത്താവ് കാണുന്നു. Everybody shout, unlock blessings. എല്ലാവരും ശബ്ദമുയർത്തി ഉറക്കെ വിളിച്ചു പറയുക, അനുഗ്രഹങ്ങളെ സ്വതന്ത്രമാക്കുക. Unlock blessings right now. അനുഗ്രഹങ്ങളെ സ്വതന്ത്രമാക്കുക. Unlock spiritual blessings, unlock material blessings, unlock all kinds of blessings right now. എല്ലാ ആത്മിക അനുഗ്രഹങ്ങളെ സ്വതന്ത്രമാക്കുക. ഭൗതിക അനുഗ്രഹങ്ങളെ
സ്വതന്ത്രമാക്കുക. In the name of Jesus, unlock. In the name of Jesus, using the authority, using the name of Jesus, I am unlocking all blessings into your life. ഇപ്പോൾ തന്നെ അധികാരം ഉപയോഗിച്ചുകൊണ്ട്, ശക്തി ഉപയോഗിച്ചുകൊണ്ട് എല്ലാവിധമായ പൂട്ടുകളെയും ഇപ്പോൾ തുറക്കുക. അനുഗ്രഹങ്ങളെ തുറന്നു വിടുക. Come on, everybody, clap your hands. Clap your hands. Worship the Lord. Speaking tongues, pray. Everywhere.